നമസ്കാരം. കുതിരയ്ക്ക് മാത്രമുള്ളതല്ല കേട്ടോ മുതിര, ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. മാംസ്യവും ജീവകങ്ങളും ധാതു ലവണങ്ങളും എല്ലാം കൂടി ചേർന്ന് വളരെ സമ്പന്നമായിട്ടുള്ള ഒന്ന് തന്നെയാണ് മുതിര എന്നുള്ളത്. ആയുർവേദത്തിൽ ഇതിനെ കുലത്ത എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങളിൽ കുലത്ത ഗ്രാഹിണ കാസഹിക് ശ്വാസ സംഹിത എന്ന് പറയുന്നത് ഇത് അർശസ് ഉള്ള രോഗികളിൽ അല്ലെങ്കിൽ പൈൽസ് ഉള്ള രോഗികളിൽ, പ്രത്യേകിച്ചും നോൺ ബ്ലീഡിങ് ആയിട്ടുള്ള പൈൽസ് ഉള്ളവരും പിന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് വളരെ ബെസ്റ്റാണ്. അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസം മുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് വളരെ ഹിതമായിട്ടുള്ളതാണ്. അതുപോലെ മൂത്രക്കല്ല് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുമല്ലോ, കിഡ്നിയിലും മൂത്രാശയത്തിലും ഒക്കെ കല്ല് വരുന്നവർക്കൊക്കെ വളരെ പഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മുതിര എന്നുള്ളത്. ഈ മുതിര തന്നെ ചേർന്നിട്ട് നമ്മൾ ഒരുപാട് ആയുർവേദ മരുന്നുകളുണ്ട്. അതിൽ നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉദ്വർത്തനം എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കുലത്താതി എന്നുള്ളത് ഒരു പൗഡർ. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണ് അല്ലേ? അപ്പോൾ ഈ ഊർജത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് മുതിര എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മത്സരത്തിന് പോകുന്നതിന് മുൻപ് ഈ കുതിരയോട്ടത്തിലൊക്കെ കുതിരകൾക്ക് ഊർജം അല്ലെങ്കിൽ വേഗം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ മുതിര പുഴുങ്ങിയെടുത്ത് കൊടുക്കുന്നതൊക്കെ അങ്ങനെയും നമുക്ക് കൊടുത്തു വരുന്നുണ്ട്. മുതിരയിലെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ വളരെ സാവധാനത്തിലേ ദഹിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വിശപ്പ് തോന്നില്ല, വയറ് ഫില്ല് ചെയ്ത് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ചിന്ത ഒഴിവായി കിട്ടും എന്ന് മാത്രമല്ല, ഇത് നമുക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് മാറ്റാൻ നല്ലതാണ്. പിന്നെ ഇത് എല്ലാവർക്കും ഗുണകരമല്ല, ചില കണ്ടീഷനിൽ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തതായിട്ടുണ്ട്. ഒന്ന്, ബ്ലീഡിങ് പൈൽസ് ഉള്ള കണ്ടീഷനിൽ, ബ്ലീഡിങ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൂടുതൽ മോശമാക്കുന്ന രീതിയിലേക്ക് പോകും മുതിര കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇല്ല, ചിലപ്പോൾ പുരുഷന്മാരിൽ അത് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള അഡ്വൈസ് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അതുപോലെ തന്നെ ചില കേസിൽ അൾസർ പോലെ സംബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകളും ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. മഴക്കാലത്ത് മുതിര സൂപ്പ് തയ്യാറാക്കിയിട്ട് ചൂടോടെ കഴിക്കുന്നതൊക്കെ കാലജന്യ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. മുതിര പൊടിച്ച് കിഴി കെട്ടി ചൂടാക്കി ഒഴിയുന്നതൊക്കെ നമ്മുടെ പേശികളിലെ വേദനയും നീരൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. പീതമുദ്ഗ, താമ്രവർണ്ണ, ദൃക്പ്രസാദ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ രൂപത്തിലും അതിൻ്റെ കളറിലുമുള്ള വ്യത്യാസങ്ങൾ കാരണം അത് വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന പല പേരുകളാണ്. അതുപോലെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വളരെ ഗുണകരമായിട്ടുള്ളതാണ്. പിന്നെ ഇത് ചൂടുകാലത്തും ഒട്ടും ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. നമുക്ക് ചെറിയ അളവിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പിന്നെ വളരെ മഴക്കാലത്തും ആ സമയങ്ങളിൽ വളരെ ഹിതമായിട്ടുള്ള ഒന്നുള്ളതാണ് എന്ന് വേണം പറയാൻ. അയൺ, പ്രോട്ടീൻ, അമിനോ ആസിഡ്, കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത 0 ഫാറ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ടും തന്നെ നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. മുതിരയിൽ അടങ്ങിയിട്ടുള്ള ടാനിനുകൾക്കും പോളിഫിനോളുകൾക്കും ഒക്കെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണമുള്ളതുകൊണ്ട് വയറുവേദന തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മുടെ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും HDL കൊളസ്ട്രോളിനെ കൂട്ടാനും കൂടെ ഉള്ളൊരു കഴിവ് ഇതിനുണ്ട്. ഹൈപ്പർ അസിഡിറ്റി ഉള്ള കേസിലോ ഗൗട്ട് കണ്ടീഷനിലോ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് മോരും മുതിരയും തമ്മിൽ ചേരില്ല എന്നുള്ളതല്ലേ. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒന്ന് തന്നെയാണ് മുതിര. എന്നാൽ ഇത് ഏതിൻ്റെയൊക്കെ കൂടെ ചേരുമെന്നുള്ള സംശയമുണ്ടോ? അതിന് ആ സംശയം തീർക്കാൻ വേണ്ടി നമ്മുടെ മുതിര പുഴുക്കിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അതിൽ ചീന, ചേമ്പ്, കാവത്ത്, കപ്പ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കിഴങ്ങ് വർഗ്ഗങ്ങളും നമ്മളതിൽ ചേർത്തിട്ടുണ്ട്, കായ തുടങ്ങിയിട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ അതിനെയൊക്കെ കൂടെ തന്നെ കഴിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. കുലത്താതി കഷായം, സപ്തസാരം കഷായം, അതുപോലെ ധാന്യോന്തരം കഷായം, കുലത്താതി ചൂർണ്ണം, ടാർപ്പാസസ്ത്യാദി തൈലം, ഇതിലൊക്കെ തന്നെ ആയുർവേദ മരുന്നുകളിൽ ഈ ഒരു കുലത്ത അല്ലെങ്കിൽ മുതിര അടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് ആർത്തവം ക്രമീകരിക്കാൻ വേണ്ടി വളരെ നല്ലൊരു ഓപ്ഷനാണ്. പ്രമേഹഹരമായിട്ട് പ്രമേഹത്തെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ജലദോഷം, കഫക്കെട്ട്, ശ്വാസമുട്ടൽ പ്രശ്നങ്ങൾക്കും ഒക്കെ നല്ലൊരു പ്രതിവിധിയാണിത്. ഇത് മുതിര സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നോ, മുതിര രസം ഉണ്ടാക്കി കഴിക്കുന്നത്, ഇനി അതല്ലെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴിയിൽ ചെയ്യുകയാണെങ്കിൽ ശർക്കരയും തേങ്ങയും ചേർത്ത് കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ നമുക്ക് ശർക്കരയും തേങ്ങയൊക്കെ ചേർത്ത് കഴിക്കുന്നതായാലും അനീമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലഡ് കൗണ്ട് കുറഞ്ഞിട്ടുണ്ടാവുമല്ലോ വിളർച്ചയുള്ളവരൊക്കെ, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രതിവിധിയാണ്. പിന്നെ നമുക്ക് തോരനും ഉപ്പേരി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കഴിക്കാം. സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതായാലും നമുക്ക് ശരീരബലം കൂട്ടാനും ഊർജം കൂട്ടാനും വളരെ ക്ഷീണിതരായിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ്. നമുക്ക് എള്ള് എത്രത്തോളം വളരെ മെലിഞ്ഞിരിക്കുന്നവർക്ക് നമുക്ക് ഉപകാരമായിട്ട് വരുന്നു, അതുപോലെ തന്നെ അത്യാവശ്യം വണ്ണമുള്ളവർ, തടി കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മുതിര നമ്മുടെ ഡിഷിലെ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു നേരോ 2 നേരോ എങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഇത് അല്ലാതെ തന്നെ വറുത്ത് പൊടിച്ചിട്ട് കറിയാക്കിയിട്ട് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ പല വിധത്തിൽ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ അറിയായിരിക്കും, പല രീതിയിലുള്ള കറികൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വറുത്ത് പൊടിച്ച് വെച്ചിട്ട് അത് വെള്ളത്തിൽ ഇട്ട് രാവിലെ ആ പൊടി ചേർത്ത് കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഇനി അത് മാത്രമല്ല, നമുക്ക് ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമായിട്ട് വേദനയും നീരും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നത് പോലെ തന്നെ ഗുണകരമാണ്. കുതിർത്തിട്ടിട്ട് വെള്ളത്തിൽ അരച്ച് നമ്മളൊരു ബാൻഡേജ് പോലെ കെട്ടി വയ്ക്കുന്നത് അത്തരം ഭാഗങ്ങളിൽ നീരും വേദനയും ഒക്കെ കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ നമ്മൾ മുതിര കിഴിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആയുർവേദത്തിലെ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ മുതിര ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി ഗുണങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിലുണ്ട് കേട്ടോ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കാവുന്നതാണ്. അപ്പം ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ് മുതിര എന്നുള്ളത് മനസ്സിലായില്ലേ? വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.